ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നും കുറച്ച് വെറൈറ്റി സാധനങ്ങളാണ്. അപ്പോൾ കൂടുതലൊന്നും പറയേണ്ടത്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കം ഓൺ ഗൈസ്. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്ന പരിപാടിയാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന പരിപാടിയാണെങ്കിലും ഇപ്പോൾ നമ്മൾ ലാലേട്ടനെയും മമ്മൂക്കേനെയൊക്കെ ട്രോളിക്കൊണ്ട് ഓരോ സംഭവങ്ങളൊക്കെ ഇറക്കൂലേ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ലാലേട്ടനും മമ്മൂക്കൊക്കെ എന്താ വിചാരിക്കണേ ഇത് കണ്ടു കഴിഞ്ഞാൽ? അതൊരു വീഡിയോ ഒക്കെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഞാൻ അതുപോലെ ലാലേട്ടൻ ഇങ്ങനെ ഫേസ്ബുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകും. എനിക്കിത് കൗതുകം. അപ്പം ഇങ്ങനെ പോയ സമയത്ത് പുള്ളി വെറുതെ ഇങ്ങനെ കയ്യൊന്ന് ചെക്ക് ചെയ്തപ്പം പുള്ളിനെ ട്രോളിക്കൊണ്ടൊരു പോസ്റ്റാണ്. അത് ഭയങ്കര വികൃതമായിട്ടൊക്കെ ഫോട്ടോ ഒക്കെ വെച്ചാണ്. ഞാൻ ഇവനോട് എന്ത് ചെയ്തു? ഒരു സ്ക്രോൾ കുടുകുടാന്ന് പോയിട്ട് പിന്നെയും പുള്ളി ഇങ്ങനെ നോക്കും. ഏതോ ഒരു സെറ്റിൽ നിന്ന് മോഹൻലാൽ ഇതെല്ലാം അറിയായിരുന്നു, എനിക്കെന്തറിയാം. എന്ത് ദൈവം, ഞാൻ ശരിക്കും ഓർത്തിട്ടുണ്ട് ഇവരൊക്കെ ഇത്ര തിരക്കിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ കാണുമോ, അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് എന്താ തോന്നണേന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. എൻ്റെ ദൈവമേ, എന്താല്ലേ ഇവരിതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നാണോ എൻ്റെ ഒരു വീഡിയോ ഒക്കെ ലാലേട്ടൻ മമ്മൂക്കയൊക്കെ കാണുന്നത്. പെട്ടെന്ന് നിങ്ങളൊന്നും വിചാരിച്ച നടക്കും. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയില്ല കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ഇപ്പം നമുക്ക് നേരെ അടുത്ത വീഡിയോയിലേക്ക് പോവാം. കമോൺ. അതായത് ഒരു തമിഴ് ചാനലിൽ വന്ന ഒരു ഇൻ്റർവ്യൂ, അതിനകത്ത് രസമായിരുന്നു, ഇൻ്റർവ്യൂ കേൾക്കാൻ രസമായിരുന്നു. അപ്പം അതിൻ്റെ ഒരു വീഡിയോ. தமிழ் ஃபுட் ஆர் கேரளா ஃபுட்? கேரளா ஃபுட் சார், எனக்கு ஃபுட் எனக்கு ஃபுட். ஃபேவரட் தமிழ் ஆக்டர் ஆர் ஆக்ட்ரஸ்? யுவர் ஃபேவரட் ஹாபி? சினிமா தான். எனக்கா இது மாதிரி இன்டர்வியூஸ் சொன்னலாம் வேணான்னு. ஓகே, அடுத்த கொஸ்டின். இதெல்லாம் கொஸ்டினா? வந்து ஷாருக் கான் நடிச்சிருக்காங்க, இது மம்முக்கா நடிச்சிருக்காங்க. நிறைய பேர் ഷാരൂഖ് ഖാൻ അവര് ഒരു സീൻ കട്ട് பண்ணி എൻ്റെ ദൈവമേ, മതി ഇതൊക്കെ ഇത് ആലോചിച്ച് എന്ത് എൻജോയ് ചെയ്തിട്ട് അവര് ഉത്തരങ്ങൾ പറയും. ലാലേട്ട് നമ്മുടെ ബ്രോഡാഡി സിനിമ കണ്ടിട്ടില്ലേ, ഏതാണ്ട് അതുപോലെയൊക്കെയാന്ന് തോന്നുന്നു. ലാലേട്ടൻ കമ്പനി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താല്ലേ എൻ്റെ ദൈവം, ലാലേട്ടൻ്റെ ഒരു ചിരി, ഒരു ചാടിയിട്ടൊരു ചിരിയുണ്ട്. അയ്യോ, നമുക്ക് അടുത്ത വീഡിയോ കാണാം. നമുക്ക് കമോൺ. നമ്മുടെ പഴയൊരു ഇന്റർവ്യൂ പ്രകോപത്തിനാണ് വരുന്നത്. വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? പിന്നെ ചോദിക്കില്ലേ ഇല്ല. ആളുകൾ ഏതെങ്കിലും ഒരു കേസ് വാദിച്ചിട്ടുണ്ടോ? അതായത് കേസ് നമ്മള് പിന്നെ പ്രകോപിതനാവരുത്. സൈക്കിളിൽ ഡബിളിലിരുത്തി പോയാലൊന്ന് പോലീസ് പിടിക്കും. അപ്പൊ ആ പിടിച്ച പ്രതി പുള്ളിയുടെ അടുത്ത് കേസ് വാദിക്കാനായിട്ട് വന്നു. എന്നെ എങ്ങനെയൊക്കെ കേസ് രക്ഷപ്പെടുത്തുന്നത് പുള്ളി ആ കേസ് വാദിച്ചു. അയാൾ അയാള് 3 കൊല്ലം കിടക്കേണ്ടി വന്നു. അയാളെ നമ്മള് മഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ പോയാൽ കാണാം. അയാളെ ഫോൺ നമ്പറൊക്കെ ഉണ്ട് എന്റെ കയ്യില്. സൈക്കിളിൽ ഡബിൾസ് വെച്ച് പോയതിന് പോലീസ് പിടിച്ചു 3 വർഷം. കൊള്ളാം, നല്ല പരിപാടി, നല്ല രസമുണ്ട്. അയ്യോ, ഈ ഒരു വീഡിയോ, അതായത് ഈ വീഡിയോ ഞാൻ നിങ്ങളോട് ഇടയ്ക്ക് പറയാറുണ്ട്. ഒരു സിനിമയുടെ ഒരു സീനിൻ്റെ BGM മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സീൻ കംപ്ലീറ്റ് ചേഞ്ച് ആകുന്നു. അതിനൊരു എക്സാമ്പിളായിട്ടാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു വീഡിയോ കാണിക്കാൻ പോകണം. ഓക്കെ, മോനെ സീൻ മാറിയത് കണ്ടോ? അതാണ് BGMന്റെ കഴിവാണ്. BGM ഇതുപോലത്തെ ഒരു വീഡിയോ കൂടെ. അപ്പൊ ഞാൻ അതുപോലത്തെ വേറൊരു വീഡിയോ ആണ് കാണിച്ചിട്ട് BGM മാറിയിട്ടുണ്ടെങ്കിൽ സീൻ മാറിയ നെക്സ്റ്റ് എക്സാമ്പിൾ. காலேஜ் முடிஞ்சு மெட்ராஸ் வரும்போது വരണമായിരുന്നു அன்னைக்கு ராத்திரி കണ്ടോ?
എന്റെ ദൈവമേ, എന്താ ഞാൻ പറയാ, മ്യൂസിക് മാറി, ഇപ്പൊ സംഗതികൾ മൊത്തം മാറി. അയ്യോ എന്റെ മോനെ. അടുത്തത് നമുക്കൊരു ചാറ്റ് GPT സംഭവം. ഹേ ചാറ്റ് GPT, വാട്ട് മേക്ക് യു ലുക്ക് ലൈക്ക് a 23 years old? എന്റെ മോൻ, പൊളി 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 പൊളി. 73 വയസ്സോ? അത് തിരിച്ചിട്ടാ മതി, ഫ്ലിപ്പ് ചെയ്താൽ മതി. 37 തോന്നൂല. ഇക്കയ്ക്ക് വയസ്സ് കുറഞ്ഞവന്നെ, കൂടിയല്ലേ. കാലചക്രമൊക്കെ മാറി തിരിഞ്ഞാ വന്നത്. ഇത് ഇങ്ങനെ കറങ്ങുന്നതിന് വരും, ഇങ്ങനെ കറങ്ങി ആ ആൾക്ക് മാത്രം. 73 വയസ്സേ ആർക്ക്? ഇനി അടുത്ത വീഡിയോ നമുക്ക് ഇച്ചിരി വേറൊരു വീഡിയോ, ഒരു റാൻഡം വീഡിയോ കേട്ടോ. എന്താ നോക്കാം. ஒரு இன்ட்ரோவர்ட் ஒரு காலத்துல எக்ஸ்ட்ரோவர்ட்டா இருந்திருப்பான். ஒரு டிப்ரெஸ்ட் பர்சன் ஒரு காலத்துல ஹாப்பியஸ்ட் பர்சனா இருந்திருப்பான். ஒரு ரூடான பர்சன் ஒரு காலத்துல ரொம்ப சாஃப்டா இருந்திருப்பான். ஒரு சைலண்டான பர்சன் ஒரு காலத்துல ரொம்ப பேசுறவனா இருந்திருப்பான். இந்த சேஞ்சுக்கு பின்னாடி ஒரு சொல்ல முடியாத வேதனையும் ஒரு சொல்ல முடியாத அனுபவமும் இருந்திருக்கும். എന്റെ ദൈവമേ, ട്രൂ വേർഡ്സ്. എന്താല്ലേ, സത്യമാണ്, സത്യങ്ങൾ. അതുപോലെ മറ്റൊരു വീഡിയോ. നമ്മളെപ്പോഴും ചിരിച്ച് കളിച്ചുകൊണ്ട് നടന്നാൽ പോരല്ലോ, നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ വേണ്ടേ. സീരിയസ് തന്നെയല്ല, കാര്യങ്ങൾ പറയും, അതായത് സത്യങ്ങൾ. എന്താ ഇതെനിക്ക് സംഭവം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അതുപോലത്തെ മറ്റൊരു വീഡിയോ കൂടെ കാണാം. എന്റെ മുതലാളി 12 കൊല്ലം ഞാൻ അയാളോട് ജോലി ചെയ്തു. ഒറ്റ പൈസ എനിക്ക് ശമ്പളം തന്നിട്ടില്ല. ഞാൻ ശപിച്ചിട്ടുണ്ടായാലേ. പക്ഷേ മുതലാളി മരിച്ചു ഇപ്പൊ എനിക്ക് മനസ്സിലായത് അങ്ങേരുടെ ഇൻഷുറൻസും ഈ ബോട്ടും ഒക്കെ എന്റെ പേരിലായിരുന്നു. എവിടെയെങ്കിലൊക്കെ മുതലാളി നിൽപ്പുണ്ടെന്ന് ചിലപ്പോ എനിക്ക് തോന്നി. ഒരിക്കെങ്കിലും എനിക്കൊന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ഒന്നും മാപ്പ് പറയാം. നഷ്ടപ്പെടുമ്പോഴേ നമുക്ക് എന്റെ വേദന മനസ്സിലാകും. ശരി, സത്യം കേട്ടോ. നഷ്ടപ്പെടുമ്പോഴേ നമുക്ക് അതിൻ്റെ വേദന മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുള്ളപ്പോൾ നമുക്ക് അതിൻ്റെ വില അറിയാൻ പറ്റില്ല. അതിപ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവമായിട്ട് വേണമെങ്കിൽ റിലേറ്റ് ചെയ്യാം. അതിപ്പോൾ നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമുക്ക് അത് നമ്മുടെ കയ്യിലുണ്ടല്ലോ, അതെങ്ങും പോകില്ലല്ലോ, അങ്ങനെയായിരിക്കും. പക്ഷേ അതൊന്ന് നഷ്ടപ്പെട്ട് നോക്കണം, അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ വില അറിയുള്ളൂ. സ്റ്റെഡാക്കി. അപ്പോൾ ഗൈസ്, ഈ വീഡിയോയും ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.